തങ്ങന്മാർക്ക് പൈസ കൊടുക്കാൻ മടിയുള്ള ആളുകൾ ഉണ്ടാക്കിയ പുതിയൊരു റിസർച്ചിന്റെ ഭാഗമാണ് ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. തങ്ങൾക്ക് വിളിച്ചാൽ 10,000 കൊടുക്കേണ്ടി വരും. ഉമ്മാകുമ്പോ ആ ഉമ്മാനോടുള്ള സ്നേഹ നാട്ടാൽ ഗാനം ചെയ്യുന്ന പൈസ കൊടുക്കണ്ട. അതിനുവേണ്ടി ഉണ്ടാക്കിയ പുതിയൊരു റിസർച്ചാണ് ഈ ഉമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഞാൻ പറയുന്നത് ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഉമ്മാനെ കൊണ്ട് വീട് കൂടിയിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് കുറ്റിയെടുപ്പിക്കുക, ഇത് പുതിയൊരു റിസർച്ചിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംവിധാനമാണ്. സത്യത്തിൽ ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. പ്രിയമുള്ളവരെ, ഖലീൽ ഉദവി എന്ന് പറയുന്ന ഒരാളുടെ പ്രഭാഷണ ശകലം സാമൂഹ്യ മാധ്യമങ്ങളിൽ വല്ലാതെ വൈറലാകുന്നുണ്ട്. ഇദ്ദേഹത്തിന് കേൾക്കുന്ന തെറികൾക്ക് കയ്യും കണക്കില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആളുകൾ വളരെ മോശമായ കമൻറ്റുകൾ എഴുതുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് ഒരു നിർബന്ധമായ കാര്യമൊന്നുമല്ല. പലരും പല വ്യത്യസ്ത ആളുകളെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. ഇവിടെ ഇന്ന ആളുകളെ ഉദ്ഘാടനം ചെയ്യാൻ പാടുള്ളൂ, ഇന്ന ആളുകൾ പാടില്ല എന്നൊന്നും ഇസ്ലാമിൽ ഒരു നിയമവുമില്ല. തങ്ങന്മാർ മാത്രമേ ഉദ്ഘാടനം ചെയ്യാൻ പാടുള്ളൂ, വേറെ ആരും ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ മൂല്യന്മാർ മാത്രമേ ഉദ്ഘാടനം ചെയ്യാൻ പാടുള്ളൂ, വേറെ ആരും ചെയ്യാൻ പാടില്ല എന്നൊരു നിർബന്ധവും ഇസ്ലാമിലില്ല. ഉമ്മാക്ക് തീരെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നിയമം ഒരിക്കലും പറയാൻ പറ്റുന്ന കാര്യമല്ല. മാത്രമല്ല, ചിലപ്പോൾ ആ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു സ്വാലിഹത്തായ പെണ്ണാണെങ്കിൽ, അവർ 5 നേരം നിസ്കരിക്കുന്നവരും നന്നായി ദുആ ചെയ്യുന്നവരും മറ്റ് ദിക്റുകളിലൊക്കെ മുഴുകുന്ന നല്ല സ്വാലിഹത്തായ എത്ര ഉമ്മമാരുണ്ട്. മഹാനായ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഒരു ബാബ് തന്നെ കൊണ്ടുവരുന്നുണ്ട്, ബറക്കത്ത്, സ്വാലിഹീങ്ങളിൽ നിന്ന് ബറക്കത്ത് എടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്വാലിഹീങ്ങളായ ആളുകളുടെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അതാണ് തങ്ങന്മാരൊക്കെ കൊണ്ടുവരുന്നത്. ഇതുപോലെ ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, അതിന് യാതൊരു തെറ്റുമില്ല. മാത്രമല്ല, ചിലപ്പോൾ ഇന്ന് കാണുന്ന പല തങ്ങന്മാരെക്കാട്ടും നല്ലത് ചിലപ്പോൾ നമ്മളെ സ്വന്തം ഉമ്മ തന്നെയാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. എല്ലാ തങ്ങന്മാരെ കുറിച്ചല്ല പറയുന്നത്, ചിലർക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുകയാണ്. മാത്രമല്ല, ഈ ഉദ്ഘാടനത്തിന് വേണ്ടി മകൻ ഒരു വലിയ സംരംഭം തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി തൻ്റെ ഉമ്മാനെ ചൂസ് ചെയ്യുമ്പോൾ, സെലക്ട് ചെയ്യുമ്പോൾ, അവിടെ ഈ ഉമ്മാൻ്റെ മനസ്സിൽ ഈ മകനോടുള്ള ഒരു സന്തോഷം അതങ്ങ് കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മകൻ രക്ഷപ്പെടും. റിളല്ലാഹി ഫി റിളൽ വാലിദൈൻ എന്നാണ്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി എന്നാണ്. മാത്രമല്ല, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന പ്രാർത്ഥനകൾ എണ്ണിപ്പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഒന്ന് എണ്ണിയത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. ഉമ്മാൻ്റെ പ്രാർത്ഥനയോളം ചിലപ്പോൾ മറ്റേത് പ്രാർത്ഥനയും ഫലം ചെയ്യില്ല. തങ്ങന്മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം, അതിലേറെ പുണ്യമുണ്ട്. ആ ബറക്കത്ത് പ്രതീക്ഷിക്കുന്നതിൽ വലിയ മഹത്വമുണ്ട്. അവർക്ക് തന്നെ ഫീ നഫ്സിഹി വലിയ പുണ്യമുള്ളവരാണ് അവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്ന നിലക്ക്. എന്നാൽ ഉമ്മാക്ക് മഹത്വമില്ലേ? ഉമ്മാക്ക് ഒരു പ്രത്യേകതയുമില്ലേ? അപ്പോൾ ഉമ്മാക്ക് പ്രത്യേകതയുണ്ട്. ഉമ്മ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സംരംഭം എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മളെന്ന നിലയിൽ ഉമ്മാക്ക് വലിയ പ്രത്യേകത തന്നെയാണുള്ളത്. അപ്പോൾ വെറുതെ എന്തിനാണ് ജനങ്ങളുടെ ഇടയിൽ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ വലിച്ചിട്ട് ചീത്ത കേൾക്കുന്നത്?